സാധാരണ നമ്മളൊരു സ്റ്റീലിന്റെ മുകളിൽ തട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സൗണ്ട് അല്ല ഇതിന്റെ മുകളിൽ തട്ടുമ്പോൾ ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സോളിഡ് ഫീൽ വരുന്നത്? അതെന്ന് വെച്ചാൽ ഇതിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ ആ രീതിക്കാണ് ചെയ്തിട്ട് സ്ക്രാച്ച് വരുമോ എന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ടാവും. ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്നതുമല്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ച് വരച്ചാൽ പോലും സ്ക്രാച്ച് വരില്ല. അത് ശരിയാണ്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുരുമ്പെടുത്ത് പോകുന്നില്ല. അതേപോലെ നനഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. തീ പിടിക്കുന്ന മെറ്റീരിയൽ അല്ല. ചെതൽ തീർച്ചയായിട്ടും വരില്ല, കുത്തിപ്പോവില്ല. നമ്മൾ ഭംഗിക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്ന ഇതേപോലെയുള്ള ഓപ്പൺ പോർഷൻസ് എല്ലാം ഇതും GIയിൽ തന്നെയാണ് ചെയ്യുന്നത്. പൗഡർ കോട്ടഡ് ആയിട്ടാണ് ഈ ഒരു വുഡൻ ഫിനിഷിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു കിച്ചൻ്റെ കൊട്ടേഷനാണിത്. ഇങ്ങനെയാണ് കൊട്ടേഷൻ തരിക. അത്യാവശ്യം റൂം സൈസ് വരുന്നത് 380 360 ഞാനിപ്പോൾ തലശ്ശേരിയിൽ ക്രൊമാറ്റിക്കയുടെ സ്റ്റീൽ കിച്ചൺ ചെയ്തിട്ടുള്ളൊരു വീട്ടിലാണ് നിൽക്കുന്നത്. നമസ്കാരം. വീട്ടിലേക്ക് ഒരു അടിപൊളി കിച്ചൺ ചെയ്യണം, ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം, നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വരരുത്, ചെതൽ പിടിച്ചിട്ട് അത് നശിച്ചു പോകരുത്, നമുക്ക് ചൂടുള്ള എന്തെങ്കിലും സാധനങ്ങൾ തൊട്ടുന്ന സമയത്ത് അത് പൊള്ളിപ്പോകരുത്, അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ സ്റ്റീൽ കിച്ചൺ സജസ്റ്റ് ചെയ്യാവുന്ന നമ്പർ 1 ഓപ്ഷനാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു സ്റ്റീൽ കിച്ചൺ ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ആംബിയൻസ്, എത്രയാണ് അതിൻ്റെ പ്രൈസ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കോഴിക്കോട് ഐഡിയൽ ഡെക്കോറിൻ്റെ ഷോറൂമിലാണ്. ക്രൊമാറ്റിക്ക സ്റ്റീൽ കിച്ചൻ്റെ കോഴിക്കോട് ഓതറൈസ്ഡ് ഡീലേഴ്സാണ് ഐഡിയൽ ഡെക്കോർ എന്ന് പറഞ്ഞാൽ. അവരുടെ ഷോറൂമിൽ 3 കിച്ചണുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 3 ക്രൊമാറ്റിക്കയുടെ സ്റ്റീൽ കിച്ചണാണ്. 3 സ്റ്റൈലാണ്. ഈ ഒരു സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ബേസ് ക്യാബിനറ്റുകൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. അപ്പർ ക്യാബിനറ്റുകൾ ലാക്വേർഡ് ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് നമുക്ക് ഗ്രാനൈറ്റോ കോഡ്സോ ആർട്ടിഫിഷ്യൽ മാർബിളോ കൊറിയൻ ടോപ്പോ എന്ത് വേണമെങ്കിലും സ്റ്റീൽ കിച്ചൻ്റെ മുകളിൽ ചെയ്യാവുന്നതാണ്. നോർമൽ കിച്ചണിൽ നിന്ന് ഒരു വ്യത്യാസമില്ല. നമുക്ക് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ക്യാബിനറ്റുകളുടെ ഫിനിഷിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും 2 ടൈപ്പിലാണ് സ്റ്റീൽ കിച്ചണുകൾ വരിക. ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് വെച്ചാൽ ഇതേപോലെ സ്റ്റീൽ ഫിനിഷിലായിരിക്കും അത് വരുന്നുണ്ടാവുക. രണ്ടാമത്തത് കളർ ഫിനിഷിൽ വരുന്നതാണ്. അത് GIയിലാണ് വരുന്നത്. GIയിൽ വരുന്ന സമയത്ത് ഏതാണ്ട് 16ഓളം ഷെയ്ഡുകൾ ഇവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഭംഗിക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്ന ഇതേപോലെയുള്ള ഓപ്പൺ പോർഷൻസ് എല്ലാം ഇതും GIയിൽ തന്നെയാണ് ചെയ്യുന്നത്. പൗഡർ കോട്ടഡ് ആയിട്ടാണ് ഈ ഒരു വുഡൻ ഫിനിഷിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ ഡിസൈൻ അനുസരിച്ച് പല തരത്തിലുള്ള വുഡൻ ഗ്രെയിൻസ് ഇതിൽ ചെയ്തെടുക്കാൻ സാധിക്കും. ലാക്വേർഡ് ഗ്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഇത് അലുമിനിയം പ്രൊഫൈലിലാണ് ലാക്വേർഡ് ഗ്ലാസ് ചെയ്തിട്ടുള്ളത്. സെയിം രീതിയിൽ നമുക്ക് സ്റ്റീലിൽ തന്നെ ലാക്വേർഡ് ഗ്ലാസ് ചെയ്തെടുക്കാൻ സാധിക്കും. ക്രോക്കറി ഷെൽഫിലേക്ക് വരുന്ന സമയത്ത് നല്ല ഭംഗിയിൽ ഗ്ലാസ് വരുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അകത്ത് പ്രൊഫൈൽ ലൈറ്റ് വരുന്ന മോഡലാണ് ഇവർ ചെയ്യുന്നത്. ക്രൊമാറ്റിക്ക എന്ന് പറയുന്ന കമ്പനിയുടെ പ്രത്യേകത കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സൈസിൽ മൊഡ്യൂളുകൾ നമുക്ക് നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീടിൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് ഓരോ യൂണിറ്റിൻ്റെയും സൈസ് എത്ര വേണം എന്നുള്ളത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പല കമ്പനീസിലും ആ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. ഓട്ടോമാറ്റിക്കായിട്ട് പാത്രം കഴുകേണ്ട ആളുകൾക്ക് ഓട്ടോമാറ്റിക് ഡിഷ് വാഷർ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിഷ് വാഷറാണ്. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പാത്രങ്ങൾ മെഷീൻ ഉപയോഗിച്ച് കഴുകിയെടുക്കാൻ സാധിക്കും. ഇത് 2ാമത്തെ കിച്ചൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിൽ മുകളിൽ അപ്പർ ക്യാബിനറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ലാക്വേർഡ് ഗ്ലാസ്സിൽ വരുന്ന ഫിനിഷാണ്. ബേസ് ക്യാബിനറ്റിൻ്റെ ഫിനിഷായിട്ട് നൽകിയിരിക്കുന്നത് സെറാമിക് ആണ്. സെറാമിക് ആയിട്ട് വരുന്ന ഒരു ലെയർ ഇതിൻ്റെ പുറത്തുകൂടെ വരികയാണ്. ഇതിൻ്റെ ഉള്ളിലെ മെറ്റീരിയൽ സ്റ്റീൽ തന്നെയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. മാത്രമല്ല നമ്മൾ ടോൾ യൂണിറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഫീല്, ടച്ച് ആൻഡ് ഫീൽ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ തട്ടുന്ന സമയത്ത് ഒരു മെറ്റലിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന ഫീലല്ല നമുക്ക് വരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതിനുള്ളിൽ അവർ പഫ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഫില്ല് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സോളിഡ് മെറ്റീരിയലിൻ്റെ ഫീലാണ് നമുക്ക് ലഭിക്കുക. ഡോറ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗം, ഈ ഭാഗത്തെയാണ് നമ്മൾ കർക്കാസ് എന്ന് വിളിക്കുക. കർക്കാസ് GIയിൽ പൗഡർ കോട്ടഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന മോഡലും ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് 3ാമത്തെ കിച്ചൺ. ഇത് സിംഗിൾ സോളിഡ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മുകളിൽ പൗഡർ കോട്ട് ചെയ്തിട്ടാണ് ഈ ഒരു കളറിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ കളർ ചേഞ്ചുകളും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു കിച്ചണൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻസൈഡ് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും വരുന്നുണ്ടാവുക. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുരുമ്പെടുത്ത് പോകുന്നില്ല. അതേപോലെ നനഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. തീ പിടിക്കുന്ന മെറ്റീരിയൽ അല്ല. ചെതൽ തീർച്ചയായിട്ടും വരില്ല, കുത്തിപ്പോവില്ല. യാതൊരു പ്രശ്നമില്ലാതെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നത്. സോ ഒരു കസ്റ്റമർ എന്നുള്ള നിലക്ക് നമ്മളിവിടെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇതുവരെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി കൂടുതൽ ഇതിൻ്റെ ടെക്നിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. നമസ്കാരം.
ഒന്ന് പരിചയപ്പെടുത്തും പേര്. എൻ്റെ പേര് മുഹമ്മദ് ബിലാൽ. നമ്മുടെ സ്ഥാപനം ഐഡിയൽ ഡെക്കോർ വെങ്ങളത്താണ് വരുന്നത്. പിന്നെ കണ്ണൂർ തളിപ്പറമ്പ്. ശരിക്കും ഇവിടുത്തെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത ആളുകൾ. ഇത് വരുന്നത് വെങ്ങളം ജംഗ്ഷനിൽ. ഇപ്പോൾ ഒരു റോഡിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്, പാലൊക്കെ നടക്കുന്നുണ്ട്. അതായത് കണ്ണൂരേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ്, കോഴിക്കോട് കണ്ണൂർ റൂട്ടിലാണ്. അതെ, ഈ ജംഗ്ഷനിൽ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. വെങ്ങളം എന്ന് പറയുന്ന വെങ്ങളം ജംഗ്ഷൻ, വെങ്ങളം ജംഗ്ഷനിലാണെന്ന് വരിക. ഐഡിയൽ ഡെക്കോർ എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഫർണിച്ചറുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും കയറിയിരിക്കേണ്ട ഒരു സ്ഥാപനമാണ്. ക്രൊമാറ്റിക്ക നിങ്ങൾ തന്നെയാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ക്രൊമാറ്റിക്ക കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, കണ്ണൂർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു കാലിക്കറ്റിലെ ഓതറൈസ്ഡ് ഫ്രാഞ്ചൈസി നമ്മളാണ്. കോഴിക്കോട് ജില്ലയിലെ ഫ്രാഞ്ചൈസി നമ്മളാണ്. പിന്നെ നമ്മളെല്ലാ വേരിയൻസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു 3 കിച്ചണും വാർഡ്രോബ്സും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ ഷട്ടേഴ്സ് ഫിനിഷേഴ്സും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റീൽ കിച്ചണിൽ ഒരുപാട് ഓപ്ഷൻസ് ഇന്ന് നാട്ടിലുണ്ട്. കേരളത്തിൽ ഒരുപാട് കമ്പനീസ് വന്നിട്ടുണ്ട്. ക്രൊമാറ്റിക്കയിലേക്ക് വരുമ്പോൾ എന്താണ് അതിന്റെ ഒരു പ്രത്യേകത വരുന്നത്? ക്രൊമാറ്റിക്ക എന്താണെന്ന് വെച്ചാൽ 25 വർഷത്തിന്റെ എക്സ്പീരിയൻസ് അവർക്കുണ്ട് ഒന്നാമത്. പിന്നെന്ന് വെച്ചാൽ കുറേ കസ്റ്റമൈസേഷൻ പോസിബിലിറ്റീസും കുറേ ഫിനിഷേഴ്സും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നമ്മളെ ഷോറൂമിൽ തന്നെ കാണാം. നമുക്കിപ്പോൾ ഇതുപോലെയുള്ള ബ്രഷ്ഡ് സ്റ്റീലിൽ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പം GIയിൽ പൗഡർ കോട്ടഡ് അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെ ലാക്കേർഡ് ഗ്ലാസ് ഉണ്ട്. പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള കിച്ചണിൽ സ്റ്റോണിന്റെ ഫിനിഷ് ഉണ്ട്. ശരിക്കും എത്ര ഫിനിഷ് ഉണ്ട്? ഞാനിപ്പോൾ ഏകദേശം ഒരു 17 ഫിനിഷ് ഇവിടെ തന്നെ കാണാം. നമുക്ക് മെയിൻ ആയിട്ട് പറയുമ്പോൾ 2 ടൈപ്പ് ഓഫ് കിച്ചണാണ് വരുന്നത്. ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലും ഒന്ന് GI കിച്ചണും. അതിൽ തന്നെ 5 ഫിനിഷസ് ഉണ്ട്. പൗഡർ കോട്ടിംഗ് ഉണ്ട്, വുഡൻ ഗ്രൈൻസ് ഉണ്ട്, സ്റ്റീൽ ഫിനിഷ് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, പിന്നെ അതുപോലെ സ്റ്റോൺ ഉണ്ട്. അതിലൊരു 300 ഓപ്ഷൻസ് നമുക്കുണ്ട്. 300 കളർ ഓപ്ഷൻസ്. 300 ഓപ്ഷൻസ്. അതായത് കളർ കോമ്പിനേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ 300 ടൈപ്പിൽ നമുക്ക് കിച്ചൺസ് 300 ഡിസൈൻ ചെയ്യാം. അതെ അതെ അതെ. ഓക്കെ, അതിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യം, സാധാരണ നമ്മളൊരു സ്റ്റീലിന്റെ മുകളിൽ തട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സൗണ്ട് അല്ല ഇതിന്റെ മുകളിൽ തട്ടുമ്പോൾ ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സോളിഡ് ഫീൽ വരുന്നത്? അതെന്ന് വെച്ചാൽ ഇതിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ ആ രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കാർക്കസ് ആണെങ്കിലും ഷട്ടേഴ്സ് ആണെങ്കിലും നമ്മൾ 2 ഷീറ്റ്, ഇതിപ്പോൾ ഡോർ ആകുമ്പോൾ 2.8 ഷീറ്റിൽ ഇൻസൈഡ് പഫ് ഫില്ല് ചെയ്യും. അതൊരു സാൻഡ്വിച്ചിങ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റീലിൽ തട്ടുന്ന സൗണ്ട് ഇല്ലാത്ത. ബാക്ക് സൈഡിലും ഷീറ്റ് വരുന്നുണ്ട്. ഇതിനകത്ത് പഫിന്റെ ഫില്ല് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ തട്ടുമ്പോൾ ആ ഒരു സോളിഡ് ഫീൽ വരുന്നത്. അതെ, ആ സൗണ്ടിന്റെ മാത്രമല്ല, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പിന്നീട് ബെൻഡ് വരാത്ത ഇഷ്യൂസ്, ബെൻഡൊന്നും വരില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഫ്യൂച്ചറിൽ ഉണ്ടാവില്ല. കർക്കാസ് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കർക്കസിലാണെങ്കിലും കർക്കസിൽ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഷട്ടേഴ്സ് 0.8 ആയിരിക്കും, കർക്കസ് 1 mm 2 ഷീറ്റ് ആയിരിക്കും. ഈ ഷീറ്റ് 1 mm ആയിരിക്കും ടോപ്പിലും. അതെ, ഇൻസൈഡ് നമ്മൾ സാൻഡ്വിച്ച് ചെയ്യുന്ന പോലെ നമ്മൾ പഫ് ഫില്ല് ചെയ്യും. അപ്പൊ ഇതിലാണെങ്കിലും ഈ സോളിഡ് സൗണ്ടേ ഉണ്ടാവുള്ളൂ. ആകെ നമുക്ക് ഡബിൾ ഷീറ്റ് വരാത്തത് ബാക്ക് പാനലും ടോപ്പ് പാനലും. അതെന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ ഇടുമല്ലോ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം നനഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. ഗ്രേഡ് ഏത് ഗ്രേഡിലാണ് സ്റ്റെയിൻലെസ്? നമ്മുടെ അടുത്ത് ഡീഫോൾട്ട് ആയിട്ട് വരുന്നത് 304 ഗ്രേഡാണ്, SS 304. അത് JSWന്റെ ഏറ്റവും ഹൈ ക്വാളിറ്റി സ്റ്റീൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കസ്റ്റമർ ഇപ്പം പറയാണ് 316 വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയും ചെയ്യാം. ഷീറ്റിന്റെ തിക്നെസ് ഗേജ് പറയുമ്പോൾ എങ്ങനെയാ പറയാൻ കഴിയും? നമ്മളിപ്പോൾ GIയിലാണെങ്കിൽ ടാറ്റന്റെ GI ഷീറ്റാണ് നമുക്ക് വരാം. ടാറ്റന്റെ വരാം. അതിൽ നമ്മളെ ഡോർ വരുന്നത് 21 ഗേജും കാർക്കസ് വരുന്നത് 19 ഗേജും ആയിരിക്കും. 19 ഗേജുമാണ് വരുന്നത്. ശരി. അപ്പോൾ നമ്മൾ ഇപ്പം സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന സമയത്ത് ഈ ഒരു ഫിനിഷ് മാത്രമേ വരുന്നുള്ളൂ? അല്ല, നമുക്ക് 4-5 ഫിനിഷസ് ഉണ്ട്. അതിൽ നമ്മൾ ഓരോന്നായിട്ട് ചെയ്ത ഓരോ കിച്ചൺ പേരെന്താ? ഇത് നമ്മൾ സാധാ ബ്രഷ്ഡ് സ്റ്റീൽ തന്നെയാണ്, സാധാരണ നമ്മൾ കാണുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഫിനിഷ്. അതെ, ഇതാണ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. സ്റ്റീലിൽ ഏറ്റവും ബേസിക് പ്രൈസിങ് വരെ ഇതിലാണ്. ഇതിൽ തന്നെ നിങ്ങൾ വർക്ക് ഏരിയയിലൊക്കെ കൂടുതൽ ആൾക്കാരും ഇത് ഓപ്റ്റ് ചെയ്യും. കാരണം വർക്ക് ഏരിയയിൽ കൂടുതലായിട്ട് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചും കൂടെ ക്ലീൻ ചെയ്യാൻ ഈസിയാണ്. പിന്നെ പ്രൈസും കുറഞ്ഞു വർക്ക് ഏരിയയിലേക്ക് ആവുമ്പോൾ. അങ്ങനെ ഓപ്ഷൻ കൊടുക്കാൻ പറ്റും. ഇതിലാണെങ്കിലും നമുക്ക് ഡോറ് പൗഡർ കോട്ട് ചെയ്യാം. അതായത് അഡീഷണൽ കോസ്റ്റ് ഇല്ലാണ്ട് ഡോറ് പൗഡർ കോട്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ ഇവിടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആർക്കിടെക്റ്റുകൾ കുറച്ചുകൂടെ വേറൊരു ടൈപ്പ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ? നമ്മളെല്ലാ കിച്ചൺസും ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. ഫിനിഷ് ആയിക്കോട്ടെ, ഗ്രേഡ് ആയിക്കോട്ടെ, ആക്സറീസ് ആയിക്കോട്ടെ, സൈസ് ആയിക്കോട്ടെ, എല്ലാം കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സാധാരണ പല നമ്മളെ മാർക്കറ്റിലുള്ള കിച്ചൺസിൽ ചിലപ്പോൾ ഈ സ്റ്റാൻഡേർഡ് സൈസ് വേണ്ട, ഈ 900, 600, 1050 എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളടത്ത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും പില്ലേഴ്സ് ഇട്ട് വരും. നമുക്കിപ്പോൾ നിങ്ങൾ പറയുന്ന ഈ ക്യാബിനറ്റ് ഇപ്പോൾ 900 ക്യാബിനറ്റാണ്. നിങ്ങൾക്ക് ഇത് 901.5 ചെയ്യാൻ പറഞ്ഞാൽ ആ രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിന്റെ വലുപ്പം എത്ര വേണമെങ്കിലും വലുപ്പവും ചെയ്യാം, ആക്സറീസും ചെയ്യാം, യൂണിവേഴ്സൽ ആക്സറീസ് എല്ലാം ചെയ്യാം. ഈ ഹാഫ് ലേ, ഹെറ്റിക്, കെസബോമറിന്റെ പുൾ ഔട്ട്സ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ശരിക്കും നമ്മളെ വീട്ടിൽ വന്നിട്ട് അളവെടുക്കുമോ നിങ്ങൾ? കിച്ചണൊക്കെ വേണ്ടി നമ്മൾ കാലിക്കറ്റ്, കാസർഗോഡ്, കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ സൈറ്റ് വിസിറ്റും ഫ്രീ ആയിരിക്കും. ഇനീഷ്യൽ ഡ്രോയിങ്ങും കൊട്ടേഷനും തരും. ഔട്ട്സൈഡ് ആണെങ്കിൽ നമ്മൾ കസ്റ്റമറോട് ഫ്ലോർ പ്ലാൻ ചോദിക്കും, അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ ചാർജ് ചെയ്തിട്ട് സൈറ്റിലേക്ക് നമ്മളെ ഡിസൈനേഴ്സ് പോകും. ഡ്രോയിങ് എന്ന് പറയുമ്പോൾ അത് 2D ഡ്രോയിങ് അല്ല, 2D ഡീറ്റെയിൽ 2D ഉണ്ടാവും. ലേ ഔട്ട് പ്ലസ് എലിവേഷൻ, പിന്നെ ഫുൾ BOQ ഉള്ള കൊട്ടേഷൻ ഉണ്ടാവും.
അതല്ല നമ്മളിപ്പോൾ ഒരു ഡിസൈന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പൊ ഇന്റർനെറ്റിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഡിസൈനുകൾ കാണുന്നുണ്ട്. അപ്പൊ ആ ഫിനിഷ് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണോ, അത് നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്? സപ്പോസ് ഇപ്പോൾ നിങ്ങൾ നമുക്കൊരു ഡിസൈൻ തന്നു, അത് നമ്മൾ എന്താക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ഫ്ലോർ പ്ലാൻ അല്ലെങ്കിൽ സൈറ്റിൽ വന്നിട്ട് നോക്കിയിട്ട് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളതും നിങ്ങൾക്ക് യൂട്ടിലിറ്റി കിട്ടുന്നതുമാണെങ്കിൽ അത് ചെയ്യും. പിന്നെ അതിൽ എടുക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ അത് കസ്റ്റമറോട് പറഞ്ഞിട്ട് അതിന് എന്താണോ സൊല്യൂഷൻ അത് നമ്മൾ കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ? ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് വാർഡ്രോബ് അല്ലേ? അതെ. ഈ ശരിക്കും ഒരു പ്ലൈവുഡിൽ ചെയ്ത ഫിനിഷ് തന്നെ ഇതും സ്റ്റീലിൽ തന്നെ ചെയ്തിരിക്കുകയാണ്? അല്ല, ഇത് GI ചെയ്ത GI-ലാണ്. ഓക്കെ, GI പൗഡർ കോട്ടഡ് ആയിട്ട് ഒരു വുഡൻ ഫിനിഷ് വരുന്നുണ്ട് അടിഭാഗത്ത്. ഇതൊരു ഓഫ് കളറും പിന്നെ ഒരു നമ്മളൊരു ഗ്രേ കളറോ കൊടുത്തിട്ടുണ്ട്. ഇതിനും ഇതേപോലെ തന്നെ സൗണ്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളില് ഫില്ലിംഗ് ഉണ്ടാവും അല്ലേ? ഇത് നമ്മുടെ ഏത് മെറ്റീരിയൽ ആണെങ്കിലും കൺസ്ട്രക്ഷൻ സെയിം ആണ്. ഇപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണെങ്കിലും GI-ലാണെങ്കിലും കൺസ്ട്രക്ഷൻ വൈസ് സെയിം. ഒന്ന് ഓപ്പൺ ആക്കി കാണിക്കാം അതിന്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ചിട്ട് എത്ര വലുത് വേണമെങ്കിലും എങ്ങനെയും ചെയ്യാം. എത്ര ഹൈറ്റിലേക്കും കൊണ്ടുപോവാ, ഏത് സൈസിലേക്കും കൊണ്ടുപോവാ, ഏത് ഫിനിഷിലേക്കും കൊണ്ടുപോവാ. ഓക്കെ, ഇതേപോലെ നമുക്ക് ഡ്രോവറുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇവിടെ വരുന്ന സമയത്ത് ഗ്ലാസ് വേണമെങ്കിൽ ഇതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഗ്ലാസ്സുകൾ ഉണ്ട് അല്ലേ? ഇതിപ്പോ നമ്മളൊരു പുഷ് ടോപ്പൺ കൊടുത്തതാണ്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ സ്ലൈഡിംഗ് വാർഡ്രോബ്സ്, ഈ നമ്മുടെ ഈ എയർസ്റ്റോലൊക്കെ വരുന്ന പോലത്തെ സ്ലൈഡിങ്ങും എല്ലാം ചെയ്യാൻ പറ്റും. ഓ ശരി. പിന്നെ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ GI-ൽ തന്നെ ഒരു ഗ്ലാസ് ഷട്ടർ ആയിട്ട് കൊടുത്തത്. ഒരു കാർബൺ ടൈപ്പ് ട്രാൻസ്പെറന്റ് ആയിട്ട് ടിൻഡഡ് ഗ്ലാസ് വേണമെങ്കിൽ ഫുള്ളി ക്ലിയറും കൊടുക്കാം. വരുമ്പോഴാണ് രസം. ഒരു ബ്ലാക്ക് ഒരു ഷെയ്ഡ് ഗ്ലാസിന്റെ മുകളിൽ വരുമ്പോഴാണ് അകത്ത് ലൈറ്റ് കൂടെ വരുന്ന സമയത്ത്. ലൈറ്റ് ഒക്കെ ഇതിനകത്ത് തന്നെ നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ടോ? ലൈറ്റ് അല്ല, അത് പ്രൊഡക്ഷന് മുന്നേ പറയണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത് ഫുള്ള് ഗ്രൂവ് കട്ട് ചെയ്യും ലൈറ്റിന് വേണ്ടിയിട്ടുള്ള. ശരി. അപ്പൊ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഇനീഷ്യൽ പ്ലാനിങ് തന്നെ ഉള്ളതുകൊണ്ട് ഗ്രൂവ് കൊടുത്തു. അതർവൈസ് നിങ്ങൾക്ക് അറിയാലോ എല്ലാവരും താഴെ ഒട്ടിച്ച് വിടുക. അതായത് ഇങ്ങനെ ഉള്ളിൽ ലൈറ്റ് വേണമെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറയണം, അത് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതെ. ഇനിയിപ്പോ സെൻസർ ലൈറ്റും കൊടുക്കുക ക്യാബിനെറ്റിലും. വീടുകളിൽ അധികം ചെയ്യില്ല, പക്ഷെ എന്നാലും ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സെൻസർ ലൈറ്റ്, ഹാഫ് ലൈൻ ഒക്കെ സെൻസർ ലൈറ്റ് ഒക്കെ കൊടുക്കും. മുമ്പ് നമ്മൾ റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കിച്ചൺ ഇതാ ഈ ഒരു ഫിനിഷിലാണ് കാണാൻ പറ്റുക അല്ലേ? അത് പിന്നെ നമ്മുടെ ഈ സേഫ്റ്റി സ്റ്റാൻഡേർഡുകൾ, ലോങ് ലാസ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഫുഡ് ഗ്രേഡ് എല്ലാം ഈ റെസിഡൻഷ്യലിലേക്ക് നമ്മൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുവരുമ്പോഴേ അത് എത്രത്തോളം ആളുകൾ അക്സെപ്റ്റ് ചെയ്യും? നമ്മളൊരു 6 വർഷം മുന്നേ ചെയ്യുമ്പോൾ ഒട്ടുമിക്ക പഴയ ആൾക്കാർക്കും ഇത് അറിയില്ല. പക്ഷേ ഇപ്പം കുറേ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് തന്നെ ഇതിൻ്റെ ഒരു അവയർനെസ് കിട്ടി തുടങ്ങി. കാരണം എന്താ വെച്ചാൽ പല ആൾക്കാർ ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ പറയും, ഞാൻ ഇത്ര വർഷം മുന്നേ ഇന്ന മെറ്റീരിയൽ ഇന്ന ആള് ചെയ്തതാണ്, ഫുള്ള് നാശമായി. എന്നിട്ട് മൂപ്പരെ ചിലപ്പോൾ ആ കസ്റ്റമർ ആ ഒരു സങ്കടം കൊണ്ട് ആ ചെയ്ത ആൾക്കാരെ കുറ്റം പറയും. അപ്പോൾ നമ്മൾ പറയും അത് അതിന്റെ ക്യാരക്ടർ, ആ മെറ്റീരിയലിന്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ പ്ലൈവുഡിലും അല്ലെങ്കിൽ MDF-ലും ഒക്കെ കിച്ചൺ ചെയ്യുമ്പോഴുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. അതെ. അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ ആ അവയർനെസ് കിട്ടി തുടങ്ങി. എന്നിരുന്നാലും ഇപ്പോഴും കുറച്ച് ആൾക്കാർ നമ്മളിപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫോണിലോട്ടൊക്കെ പറയുമ്പോൾ പറയും അത് ബേക്കറിയിലും റെസ്റ്റോറൻറ്റിലും ഉള്ളതല്ലേ എന്ന് പറയും. അപ്പൊ അത് വേറെ തന്നെ ഒരു സെഗ്മെന്റ്. ഇപ്പൊ നമുക്കായാലും കൊമേഴ്ഷ്യൽ കിച്ചൺ നമ്മളെ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യുന്നത് മെയിൻലി റെസിഡൻഷ്യൽ മാത്രമാണ്. റെസിഡൻഷ്യലിൽ ഇപ്പം എന്ന് വെച്ചാൽ ആദ്യം ഒരു 8 വർഷം മുന്നേ ഒക്കെ ഈ കാണുന്ന സ്റ്റീൽ ഫിനിഷ് മാത്രമേ ഉള്ളൂ. പിന്നെ ആ ടെക്നോളജി ഒക്കെ ഇങ്ങനെ മാറി ഓരോ പുതിയ പ്രോഡക്റ്റ് പൗഡർ കോട്ടഡ് വന്നു, ഗ്ലാസ് വന്നു, വുഡൻ ഗ്രെയിൻസ് വന്നു, സ്റ്റോൺ വന്നു. ഇപ്പം തന്നെ നമ്മൾ നമ്മളിത് 1 വർഷം മുന്നേ ചെയ്ത ഡിസ്പ്ലേ ആണ്. ഇപ്പം നമുക്ക് എല്ലാ ക്യാബിനറ്റ്സും ഫുൾ കേർവ് ഡിസൈൻസിൽ ചെയ്യാൻ പറ്റും. നമ്മൾ എക്സിബിഷനിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ ഫോട്ടോസ് തരാം നിങ്ങൾക്ക്, ആഡ് ചെയ്തോളൂ. അതായത് ഫുൾ കേർവ് ആയിട്ട് ചെയ്യാം നമുക്ക്. എനി ഷേപ്പ്, ഇപ്പം നമുക്ക് ഷാംഫർ അടിച്ചിട്ടും L ഷേപ്പിലും U ഷേപ്പിലും C ഷേപ്പിലൊക്കെ കിച്ചൺ ചെയ്യാൻ പറ്റും. പ്ലൈവുഡ് എങ്ങനെയാണ് ബെൻഡ് ചെയ്തെടുക്കുന്നത്, ഫ്ലെക്സി പ്ലൈവുഡ് ബെൻഡ് ചെയ്യുന്ന പോലെ നമുക്ക് കൗണ്ടേഴ്സ് ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു കിച്ചന്റെ വർക്ക് എന്ന് പറയുന്ന സമയത്ത് ഈ കൗണ്ടർ ടോപ്പ് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നിങ്ങൾ കൗണ്ടർ ടോപ്പിന്റെ തൊട്ടടിയിൽ വെച്ച് നിർത്തുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണത് ചെയ്യേണ്ടത്? കസ്റ്റമറുടെ ചോയ്സ് ആണ്. നമ്മളിപ്പം കൗണ്ടർ ടോപ്പ് അടക്കം ചെയ്യുന്നുണ്ട്, അപ്ലയൻസ് അടക്കം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് എന്ന് വെച്ചാൽ കസ്റ്റമർ പറയും കൗണ്ടർ ടോപ്പ് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഗൈഡൻസ് കൊടുക്കും, ഡ്രോയിങ് കൊടുക്കും, ഏത് ഫിനിഷ് എടുക്കണം എന്നുള്ള ഡീറ്റെയിലിംഗ് കൊടുക്കും. ബാക്കി അവർക്ക് ചെയ്യാം. കാരണം ചിലപ്പോൾ അവർ ഓൾറെഡി അവർക്ക് വേണ്ടപ്പെട്ട ഏതെങ്കിലും ഘടകവും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ അതെടുക്കുമ്പോൾ നമ്മളത് ബ്ലോക്ക് ചെയ്യില്ല. സാധാരണ നമ്മൾ പറയും ഡിസൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു തരുമെന്ന് ഞാൻ ചോദിച്ചു. ഇനിയിപ്പോൾ ഡിസൈൻ ഒന്നും പ്രത്യേകിച്ചില്ല, ഐഡിയയും പ്രത്യേകിച്ചില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലൊരു കിച്ചൺ വരച്ച് അതിന്റെ നല്ല കളർ കോമ്പിനേഷൻ ഏതാന്ന് നോക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഉണ്ട്, നമുക്ക് ഓൾറെഡി ഡിസൈനേഴ്സും സൈറ്റ് സൂപ്പർവൈസേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അവരെന്നെ ഞാൻ പറഞ്ഞില്ലേ ആ സൈറ്റിന്റെ എന്താണോ ആ സൈറ്റിൽ പ്രാക്ടിക്കലി പറ്റുക ആ ഡിസൈനും പ്ലസ് അവരുടെ ബജറ്റിനനുസരിച്ചിട്ടുള്ള ഫിനിഷസും നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. നല്ല ഭംഗിയുള്ള ഒരു ഐലൻഡ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും സ്റ്റീലിൽ തന്നെ ചെയ്യുന്നതാണ്. ഇത് കംപ്ലീറ്റ് കിച്ചണ് GI-ൽ ചെയ്യുന്ന. അതിൽ നമ്മൾ ബേസ് ക്യാബിനറ്റ് വന്നിട്ട് സെറാമിക് ഷട്ടേഴ്സും വാൾ ക്യാബിനറ്റ് ലാക്വേർഡ് ഗ്ലാസും കൊടുത്തു.
പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും നമ്മൾ GI പൗഡർ കോട്ടഡ് വുഡൻ ഗ്രെയിൻസ് കൊടുക്കും. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു ചൂടുള്ള പാത്രം എന്തെങ്കിലും എടുത്ത് ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോട്ടിങ്ങിന് എന്തെങ്കിലും സംഭവിക്കാം? ഇല്ല, ഇത് ഓൾറെഡി നമ്മൾ അത്രയും വലിയ ചൂടിൽ ഫർണസിലിട്ട് ചെയ്യുന്നല്ല. പിന്നെ നമ്മൾ ഒരിക്കലും പിന്നെ നമ്മളും അത് സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിലേക്ക് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ ആ രീതിക്കല്ലേ സെർവ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഇപ്പൊ അടുപ്പ് എടുത്ത് വെച്ചെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. ഈ ഒരു കിച്ചൺ നിങ്ങളിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കിച്ചൺ നോക്കുകയാണെങ്കിൽ ഇതിൽ ആക്സസറീസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എല്ലാം നൽകിയിരിക്കുന്ന ഇതേപോലെ ഡ്രോവർ യൂണിറ്റുകളാണ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് കോർണറിന്റെ ഒരു സെറ്റപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇത് വീണ്ടും ഡ്രോവറുകളാണ് വരുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ടോൾ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഈ ആക്സസറീസ് ഒക്കെ എങ്ങനെയാണ്? ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ ആവശ്യപ്പെടുന്നതാണോ? അല്ല, നമ്മൾ ബേസിക് ആക്സസറീസ് ഇപ്പോൾ കട്ട്ലറി, കപ്പ് ആൻഡ് സോസർ, പ്ലേറ്റ് ബാസ്ക്കറ്റ്, GTPT, പിന്നെ കുറച്ച് ഡ്രോവേഴ്സ് നമ്മൾ ബേസിക് ആയിട്ട് കൊടുക്കും. ചിലപ്പോൾ കസ്റ്റമർ തന്നെ പറയും എനിക്ക് ഇന്ന ടോൾ യൂണിറ്റ് വേണം, ഹാഫ് ലൈൻ ഇന്ന ടോൾ യൂണിറ്റ് വേണം, അല്ലെങ്കിൽ മാജിക് കോർണർ വേണം, മൂവിംഗ് കോർണർ വേണം എന്നൊക്കെ പറയും. അപ്പോൾ അതിലേക്ക് നമ്മൾ ആഡ് ഓൺ ചെയ്ത് കൊടുക്കും. കാരണം ഇത് ചില ആക്സസറീസിന് പ്രൈസ് വരുന്നുണ്ട്, നമ്മൾ ബേസിക് കൊട്ടേഷനിൽ ഇടില്ല. അത് ശരി. അപ്പോൾ ബേസിക് ആയിട്ട് കുറച്ച് സൗകര്യങ്ങൾ ഉണ്ടാവും. അതിൽ അഡീഷണൽ വേണമെങ്കിൽ നമ്മൾ അഡീഷണൽ പറഞ്ഞാൽ മതിയാവും. കാരണം ബേസിക് ആയിട്ട് നമുക്ക് എന്തായാലും കട്ട്ലറി, കപ്പ് ആൻഡ് സോസർ, പ്ലേറ്റ് ബാസ്ക്കറ്റും ഇത് വേണ്ടി GTPT ഒക്കെ വേണം ഒരു കിച്ചൺ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് പറയാൻ പറ്റുമോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതിന്റെ ഒരു കോസ്റ്റ് എത്ര വരും എന്നുള്ളത്. സ്വാഭാവികമായിട്ടും സ്റ്റീൽ കിച്ചൺ എന്ന് വെച്ചാൽ അലൂമിനിയം കിച്ചണേക്കാളും കോസ്റ്റ് കൂടുതലായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ പ്ലൈവുഡിൽ ചെയ്യുന്നതിനേക്കാളും കോസ്റ്റ് കൂടുതലായിരിക്കും. അതായത് നമ്മളൊരു ഇനീഷ്യൽ കോസ്റ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ലെറ്റ്സ് സേ നമുക്കൊരു നല്ലൊരു BWP പ്ലൈവുഡിൽ ചെയ്യുന്നതിനേക്കാളും ഒരു 40 to 50% കൂടും. പക്ഷേ നമ്മളതിന്റെ ലൈഫ്, ഡ്യൂറബിലിറ്റി, മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ഓർ ലെസ്സർ നമുക്ക് പറയാം. കാരണം ഒരു വേറെ ഏത് മെറ്റീരിയൽ നിങ്ങൾ കിച്ചൺ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം സ്ക്രാപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതൽ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു പ്ലൈവുഡ് എങ്ങനെ പോയാലും ചെതലെടുക്കുന്ന ഒരു അതെ. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബ്രാൻഡഡ് പ്ലൈവുഡ്സ് പോലും ചെതലിന് വാറണ്ടി കൊടുക്കുന്നില്ല. ഇപ്പൊ ചില ഏരിയയിൽ നമ്മൾ ഒരിക്കലും പ്ലൈവുഡിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ ചെയ്ത ആളെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. ആ മെറ്റീരിയലിന്റെ ക്യാരക്ടറാണ് ചെതലിന് പിടിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. അതെന്ന് ഈ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ചില ഏരിയാസ് ഭയങ്കരമായിട്ട് ചെതലിന്റെ പ്രശ്നങ്ങളുള്ള ഏരിയാസ്, വയൽ പ്രദേശം, അവിടെ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്താലും ആ പ്രശ്നങ്ങൾ വീണ്ടും അവിടെ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമതൊരു പ്രശ്നമാണ് ഈ നനവിന്റെ പ്രശ്നം. കിച്ചൺ ആണെങ്കിൽ ഇവിടെ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കിച്ചണിൽ വെള്ളമാണ് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മളെ കുക്കിംഗ് സ്റ്റൈലും ക്ലീനിങ് സ്റ്റൈലൊക്കെ അങ്ങനെയല്ല. അത്യാവശ്യം നല്ലോണം വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരല്ല. അപ്പൊ എന്ന് വെച്ചാൽ ഈ നമ്മളെ മെറ്റൽ കിച്ചൺ ഇപ്പോൾ വെദർ ഇറ്റ് ഈസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓർ GI ചെതലിന് പ്രശ്നം വരില്ല ഒരിക്കലും. പിന്നെ അതുപോലെ ഫംഗസ് പിടിക്കുക, പിന്നെ പൂപ്പല് പിടിക്കുക, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. തുരുമ്പിന്റെ പ്രശ്നം വരുമോ? തുരുമ്പിന്റെ പ്രശ്നങ്ങളും വരില്ല. ഇപ്പൊ നമ്മൾ GI ആണെങ്കിലും നല്ല രീതിക്ക് പൗഡർ കോട്ട് ചെയ്തിട്ട് വരുന്ന സാധനം. അപ്പൊ പർപ്പസ്ഫുള്ളി ഉള്ള സ്ക്രാച്ച് അല്ലാണ്ട് നമ്മുടെ സാധാരണ യൂസേജിൽ സ്ക്രാച്ച് വരില്ല. ഇനി സപ്പോസ് എന്തെങ്കിലും കുട്ടികളായിട്ട് ഇട്ട് വരഞ്ഞിട്ട് സ്ക്രാച്ച് വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഡോറ് ഊരിയിട്ട് അത് കോട്ട് ചെയ്യാൻ പറ്റും സെയിം കളറിൽ. അതായത് ഒരു ബാച്ച് വേരിയേഷനും പോലും ഇല്ലാണ്ട് സെയിം കളർ, ഡിറ്റോ കളർ നമുക്ക് അതിലേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു കിച്ചൺ ഇത്രയും കോസ്റ്റ് വരുന്നത് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ സ്റ്റോണൊക്കെ സ്റ്റോൺ ലാമിൻ്റെ സ്റ്റോൺസാണ് വരുന്നത്, ഇറ്റലിൻ്റെ സ്റ്റോൺസാണ്. ഇതിലിപ്പോൾ അവരെ കമ്പനി ചാലഞ്ച് ചെയ്യുന്നത് വെച്ചാൽ സ്ക്രാച്ച് വരുമോ എന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ടാവും, ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്നതുമല്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ച് വരച്ചാൽ പോലും സ്ക്രാച്ച് വരില്ല. അപ്പൊ പർപ്പസ്ഫുള്ളി ഇത് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചു കുത്തിയാലോ. അവരങ്ങനെ ചാലഞ്ച് ചെയ്ത് അവര് കത്തിയൊക്കെ എടുത്തിട്ട് ഇതാക്കുന്നുണ്ട്. പിന്നെ നമ്മളത് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അല്ല, അങ്ങനെ കിച്ചണിൽ ആരും ചെയ്യും. അതാ പറഞ്ഞ പർപ്പസ്ഫുള്ളി ഉള്ളതല്ലാണ്ട് ഒരു കസ്റ്റമർ ഒരു പാത്രം എടുക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഒരു കട്ട്ലറി തട്ടിപ്പോവാ അല്ലെങ്കിൽ ഒരു നൈഫ് പെട്ടെന്ന് തട്ടിപ്പോവാ, അങ്ങനത്തേലൊന്നും വരാൻ ചാൻസ് വരില്ല. ഇല്ല. ഓക്കെ. നിങ്ങളെ സാധനം നമ്മൾ ഇവിടുന്ന് ഒരാൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് കൊടുക്കുമോ? എങ്ങനെയാണ് അതിന്റെ ഒരു പരിപാടി? ഇതിന്റെ സ്റ്റേജ് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് മിനിമം 45 days വേണം കിച്ചണിന്റെ പ്രൊഡക്ഷന്. അതുപോലെ തന്നെ ഫസ്റ്റ് 2 year നമ്മൾ ഫ്രീ ഓഫ് സർവീസ് കൊടുക്കും 6 months. പൊരേ കൂടുതലിന്റെ ഒരു 45-1.5 മാസം മുന്നേ നിങ്ങളെ വിളിക്കണം വേണം. അതായത് സൈറ്റ് റെഡി ആണോ. ഇപ്പൊ 1.5 മാസം മുന്നേ ഫ്ലോർ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ നടക്കില്ല. ഫ്ലോറിംഗ് ഒക്കെ ഇട്ടിട്ട് ഒരു 45 ദിവസം വേണം നമുക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിൽ നിങ്ങൾക്ക് അസംബിൾ ചെയ്യാൻ എത്ര ദിവസം വേണം? നമുക്ക് ഇൻസ്റ്റാളേഷൻ ഒരു വീക്ക്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടെല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ 45 + 7 ഒരു 50 ദിവസം ഉണ്ടെങ്കിൽ 50 ദിവസം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ സാധാ നേരത്തെ കണ്ട പോലത്തെ സ്റ്റീൽ ഫിനിഷ് ആണെങ്കിൽ 30 working days പറയാം, 30 to 35 working days. ഇതുപോലെ പ്രീമിയം ഫിനിഷിൽ ഇതിപ്പം നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും പ്രീമിയം ഫിനിഷാണ് ഈ സ്റ്റോണും ഗ്ലാസും. ഇതാണെങ്കിൽ ഒരു 40 working days 45 working days എടുക്കും. 45 working days എടുക്കുന്നുണ്ട്. ഒരു ഏകദേശം ഒരു നോർമൽ സൈസിൽ വരുന്ന ഒരു സാധനത്തിന് ഏകദേശം നമുക്ക് എത്രയൊക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച്? നമ്മളൊരു 3 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ ഒരു 40 ലക്ഷം വരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഈ ആക്സസറീസ് ഒന്നും ഈ വിചാരിച്ച പോലെ ഒന്നും ഉണ്ടാവില്ല. ആക്സസറീസ് മിനിമൽ ആക്സസറീസ് നമ്മൾ എല്ലാ കിച്ചണിലും ഇപ്പൊ 3 ലക്ഷത്തിൻ്റെതായാലും കട്ട്ലറി, പ്ലേറ്റ് ബാസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. യെസ്. അങ്ങനെയാണെങ്കിൽ
അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചിട്ട് എന്തായാലും ഒന്ന് കൊട്ടേഷൻ എടുക്കാമല്ലോ അല്ലേ? എടുക്കാം. Quotation free of cost അല്ലേ? അതെ. മാത്രമല്ല നമ്മളിപ്പം GI കിച്ചൺസ് ആണെങ്കിലും സിങ്കിന്റെ ക്യാബിനറ്റും GTPTന്റെ ക്യാബിനറ്റും സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 തന്നെ വരിക. ആണ് ശരി. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ലീക്കേജ് വരാൻ ചാൻസ് ഉള്ളതാണ് സിങ്കിന്റെ ക്യാബിനറ്റ്. അതുകൊണ്ട് ഡിഫോൾട്ട് ആയിട്ട് GI കിച്ചൺസ് എടുത്തു കഴിഞ്ഞാലും സിങ്കിൻ്റെതും GTPTന്റെ ക്യാബിനറ്റ്സും 304 ഗ്രേഡിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് വരിക. ശരി. ഒരു കിച്ചൻ്റെ കൊട്ടേഷനാണിത്. ഇങ്ങനെയാണ് കൊട്ടേഷൻ തരിക. അത്യാവശ്യം റൂം സൈസ് വരുന്നത് 380 360 സൗകര്യങ്ങളെല്ലാം ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഓരോ ഭാഗത്തും എന്തൊക്കെയാണ് വരിക എന്നുള്ളത്. ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഹുഡ് ആൻഡ് ഹോബ് എവിടെ വരുന്നുണ്ട്, അതേപോലെ എവിടെയൊക്കെയാണ് പുൾ ഔട്ടുകൾ വരുന്നത്, ഫ്രിഡ്ജിൻ്റെ പൊസിഷൻ എവിടെയാണ് വരുന്നത്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയമെൻഷനും കാര്യങ്ങളൊക്കെ അവർ വരച്ചു തരും. മാത്രമല്ല അതിൻ്റെ ടോട്ടൽ കൊട്ടേഷനും നമുക്ക് ഇതേപോലെ ലഭിക്കും. ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മുടെ പ്ലാൻ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലൊരു കൊട്ടേഷൻ കിട്ടും. അതിനുശേഷം നമുക്ക് ഈ ഷോറൂമിൽ വന്നിട്ട് പ്രൊഡക്റ്റ് കണ്ടിട്ട് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നുള്ള നിലക്ക് നമുക്ക് കിച്ചൺ, അതും സ്റ്റെയിൻലെസ് കിച്ചൺ അല്ലെങ്കിൽ സ്റ്റീൽ കിച്ചൺ പരിചയപ്പെടുത്താൻ സാധിക്കും. ഈ ഷോറൂമിൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടെ പറയല്ലേ, ഇവിടെ ഇപ്പം റോഡ് പണി നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല ഈ ബിൽഡിംഗ് ഒക്കെ എവിടെയൊക്കെയാണ്. ഇതിപ്പോ മാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഐഡിയൽ ഡെക്കോർ കാലിക്കറ്റ് അടിച്ചാൽ കിട്ടും. ഇതിപ്പോ നമ്മൾ കണ്ണൂരിൽ നിന്ന് വരുന്നതാണെങ്കിൽ വെങ്ങളം ജംഗ്ഷനിൽ യൂ ടേൺ എടുത്തിട്ട് വരണം. ഇതിന്റെ തൊട്ടപ്പുറമാണ് അമ്മാന ടൊയോട്ട ഉള്ളത്. അപ്പൊ അമ്മാന ടൊയോട്ടയുടെ അടുത്ത് വരുന്നത്. ഇനി കണ്ണൂരേക്ക് പോകുമ്പോൾ ജംഗ്ഷനിൽ ലെഫ്റ്റ് സൈഡ് വരും. ലൊക്കേഷൻ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. ഇവരുടെ കോൺടാക്ട് നമ്പേഴ്സ് ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ നൽകുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് പണിക്ക് കിച്ചൺ ചെയ്യുന്ന സമയത്ത് സ്റ്റീൽ കിച്ചൺ ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൊട്ടേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമീപിക്കാവുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് തന്നെയാണ് ക്രൊമാറ്റിക്ക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരു ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് മാത്രമല്ല, നമുക്കൊരു ക്ലയൻറ്റിന് ഈ സാധനം ചെയ്തു കൊടുത്തിട്ട് ഇവരുടെ സർവീസിൽ ഇവർ എത്രത്തോളം സക്സസ് ആവുന്നുണ്ട് എന്നുള്ളത് കൂടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കസ്റ്റമറുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അവിടെ പോയിട്ട് അവർക്ക് ആ കിച്ചൺ സാറ്റിസ്ഫൈഡ് ആണോ, അവിടെ എങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ തലശ്ശേരിയിൽ ക്രൊമാറ്റിക്കയുടെ സ്റ്റീൽ കിച്ചൺ ചെയ്തിട്ടുള്ളൊരു വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ കിച്ചണിൻ്റെ ഒരു ഫീല് കാണാൻ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ലാക്വേഡ് ഗ്ലാസ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റിൽ ഒരു വൈറ്റ് ടോൺ വരുന്ന ലാക്വേഡ് ഗ്ലാസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബേസ് ക്യാബിനറ്റിലേക്ക് വരുന്ന സമയത്ത് ക്രീം കളർ ലാക്വേഡ് ഗ്ലാസ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കർക്കാസിലേക്ക് നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് വരുന്ന പാർട്സ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് നനഞ്ഞാൽ കുഴപ്പമില്ല, ഇത് ചെതല് പിടിക്കുന്ന പ്രശ്നം വരില്ല, തുരുമ്പെടുക്കുന്ന പ്രശ്നം വരില്ല. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് റഫ് യൂസ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ബേസ് ക്യാബിനറ്റിലേക്ക് വരുന്ന സമയത്ത് ആക്സസറീസ് എല്ലാം ഹെറ്റിച്ച് എന്ന് പറയുന്ന കമ്പനീൻ്റെ ആക്സസറീസാണ് നൽകിയിട്ടുള്ളത്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ബാസ്ക്കറ്റുകളാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ വരുന്ന സമയത്ത് താലി ബാസ്ക്കറ്റ്, നമുക്ക് പ്ലേറ്റ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാസ്ക്കറ്റാണ് നൽകിയിരിക്കുന്നത്. ഇതേപോലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു പുൾ ഔട്ട് നൽകിയിരിക്കുന്നു. അതിൽ ബോട്ടിൽ പുൾ ഔട്ടാണ് നൽകിയിരിക്കുന്നത്. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ബ്രാൻഡഡ് കമ്പനികളുടെ ഐറ്റംസ് ആണ് ആക്സസറീസ് ആയിട്ട് ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷനുമാണ് ഈ ക്രീം പ്ലസ് വൈറ്റ് എന്ന് പറയുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് ക്വാഡ്സ് ആണ്. ആ ക്വാഡ്സിൻ്റെ പീസ് തന്നെയാണ് ഇവിടെ വാളിലും ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടോൾ യൂണിറ്റ് വരുന്നുണ്ട്. അവിടെയാണ് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഓവൺ നൽകിയിരിക്കുന്നത്. റെഫ്രിജറേറ്റർ നൽകിയിരിക്കുന്നത് ഇവിടെയാണ്. സാംസങ്ങിൻ്റെ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററാണ് നൽകിയിട്ടുള്ളത്. റെഫ്രിജറേറ്ററിൻ്റെ ഹൈറ്റ് കണക്കാക്കിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൂടെ നൽകിയിട്ടുണ്ട്. ഈ കിച്ചൻ്റെ ഒരു സൈസ് നോക്കുകയാണെങ്കിൽ 380 നീളവും 360 വീതിയുമാണ് ഈ കിച്ചൺ നൽകിയിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുണ്ട്. 2 ഹൈ ചെയറുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റുകൾ കഴിക്കാം. ഇവിടുത്തെ ഡൈനിങ് സ്പേസ് വരുന്നത് ഈ ഭാഗത്താണ് ഡൈനിങ് സ്പേസ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കിച്ചണിൽ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ട കിച്ചൺ മുനീർഖാൻ്റെ വീട്ടിലെ കിച്ചൺ ആട്ടോ. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ളൊരു വീടാണ്. മുനീർഖ, എങ്ങനെയുണ്ട് സ്റ്റീൽ കിച്ചൺ ചെയ്തിട്ടുള്ള ഒരു അനുഭവം? എങ്ങനെയുണ്ട്? ലോങ് ലൈഫ് എന്താ സ്റ്റീൽ എടുക്കാന്നുള്ളൊരു കാരണം, നിങ്ങൾ വരാനുള്ളൊരു കാരണം എന്താ? ചെതല് മേടിച്ചിട്ട് തന്നെയാണ് മെയിനായിട്ട്. ചെതലിൻ്റെ ഏരിയ ആണത്? ഇവിടെ ചെതലിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലുണ്ട്. അപ്പോൾ ആദ്യം ഒരു വീടുണ്ടായിരുന്നു. വീട്ടിൽ ചെയ്തത് നമ്മൾ ഒരു 3-4 കൊല്ലം തന്നെ ചെതൽ പിടിച്ചിട്ടെല്ലാം വരിക്കളയുണ്ടാവും. അവിടെ എന്തെങ്കിലും ചെയ്തത്? അവിടെ പ്ലൈവുഡിലായി.
ചെതലിന്റെ ഏരിയ ഉള്ള സ്ഥലത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായി വെള്ളം തട്ടുമ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വെള്ളം തട്ടി കഴിഞ്ഞാൽ പ്രശ്നമായി പോകും. പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ സ്റ്റീലിൽ തന്നെ ആകുമ്പോൾ ലോങ് ലൈഫായി നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. കോഴിക്കോടുള്ള ഐഡിയൽ ഡെക്കോർ ആണുള്ളത് ചെയ്തത്. ഞാൻ ആ ഷോപ്പിൽ പോയിരുന്ന് അതിനുശേഷമാണ് ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരുന്നത്. പൊതുവെ നിങ്ങൾ ഒരു വർക്ക് ഏൽപ്പിക്കുന്ന സമയത്തൊക്കെ അവരൊരു സമീപനവും സർവീസൊക്കെ നല്ല സർവീസായിരുന്നു. നമ്മള് പിന്നെ ഒന്നും ടെൻഷൻ ഇല്ലായിരുന്നു. കൊടുത്തേൽപ്പിച്ചിട്ട് അവർ ഏകദേശം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഡ്രോയിങ് ചെയ്തിട്ട് അവർ കാണിച്ചു തന്നു. അതേപോലെ തന്നെ ഉണ്ടല്ലോ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ സമയത്ത് തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഓരോ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആണ്? 100%. ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിട്ടുണ്ട്. അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. ഇവിടെ വർക്ക് ഏരിയ നിങ്ങൾ സ്റ്റീൽ തന്നെ ചെയ്തത് അല്ലേ? വർക്ക് ഏരിയ സ്റ്റീൽ അല്ല, ഇതില്ല GI ചെയ്തത്. പൗഡർ കോട്ട് റൈറ്റ്. അതും ഇതേപോലെ തന്നെ സ്റ്റീൽ പോലെ തന്നെയാ. പക്ഷെ വർക്ക് ഏരിയ കൊണ്ട് അങ്ങനെ ചെയ്തു. ഇതിന്റെ അതേ ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. അവിടെ കിട്ടുന്നുണ്ട്. ഓ ആയിക്കോട്ടെ, എന്നാ ശരി, ഓക്കെ. ശരി.